എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യങ്ങളായി തോന്നിയ ഒന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ എപ്പോഴും ബിസി ആയിരുന്നാൽ മോശം കൂട്ടുകെട്ടിലൊക്കെ പോകുന്നത് കുറയും എന്ന് പറഞ്ഞിട്ട് ജന്മം വേസ്റ്റാക്കി ടോക്സിക് പേരൻറ്റിംഗ് ആണ് എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നു. കുറേ ആളുകൾ അതിനെ മോശമായിട്ടാണ് കണ്ടേക്കുന്നത്. നമ്മൾ ബിസി ആകുക എന്ന് പറയുന്നതിനർത്ഥം വീട്ടുജോലി മൊത്തം ചെയ്ത് തീർക്കുക എന്നല്ല. അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുക. കൂടെപ്പിറപ്പുകളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യിപ്പിക്കുക. കുഞ്ഞു മക്കളാണെങ്കിൽ ഓരോ ആക്ടിവിറ്റികളിൽ പങ്കെടുപ്പിക്കുക. അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ആളുകൾ പറഞ്ഞു ഓഫീസിലൊക്കെ പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ടോക്സിക് പേരൻറ്റിങ് അനുഭവിച്ചത് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് കുഞ്ഞുങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. വളർന്നു വരുമ്പോൾ നല്ല ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവും. പരസ്പര സ്നേഹം ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഓരോ വീട്ടിലും സ്വന്തം ആൺമക്കളുണ്ടെങ്കിലും പുറത്തുനിന്ന് ആളെ വിളിച്ച് പണി ചെയ്യിപ്പിക്കേണ്ട അവസ്ഥകൾ എത്ര വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മടി കാരണം അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ടാണ് ആൾക്ക് 30 വയസ്സിനകത്ത് ഒരു വീട് വെക്കാനും ഇഷ്ടപ്പെട്ടൊരു വണ്ടി വാങ്ങാനും ഒക്കെ പറ്റിയത്. എപ്പോഴും ബിസി ആയിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും ചിന്തിക്കുന്നത് വീട്ടിലെ പണിയും കൂടെ ഞാൻ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഓഫീസിലെ ജോലി ആളും വീട്ടിലെ ജോലി ഞാനും തന്നെയാണ് ചെയ്യുന്നത്. ആണുങ്ങൾ വീട്ടിലെ ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.